ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് ആദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഡ്രീംസ് റിയലൈസ് എന്ന പാഠഭാഗമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ മഹാദേവ് ദേശായിയാണ് ഈ ഒരു പാഠഭാഗം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഗാന്ധിജി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുള്ള ഫ്രീ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയിൽ ഗാന്ധിജി ഒരുപാട് മീറ്റിങ്ങുകൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരുപാട് മീറ്റിങ്ങുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നു. ഫ്രാൻസിലെ സ്റ്റുഡൻസ് അവർ ഓർഗനൈസ് ചെയ്ത ഒരു റിസപ്ഷൻ അത് അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നു. ഒരു സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിനെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. സോ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ ഒരു റിസപ്ഷൻ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. ദേ വെൽക്കംഡ് ഹിം as one bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. അതായത് അവർ അദ്ദേഹത്തിനെ കണ്ടിരുന്നത് അന്ധമായ ചൂഷണങ്ങൾക്കെതിരെ വെളിച്ചം വീശുന്ന ഒരാളായിട്ടാണ് അവർ ഗാന്ധിജിയെ കണ്ടിരുന്നത്. അന്ധമായ ചൂഷണങ്ങൾക്കെതിരെ വെളിച്ചം വീശുന്ന ആളായിട്ടാണ് ഗാന്ധിജിയെ അവർ കണ്ടിരുന്നത്. ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അവിടുത്തെ ആളുകളെ ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ് എന്നാണ് അഭിസംബോധന ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1890. ഫ്രാൻസിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരിക്കൽ 1890 ഒരു എക്സിബിഷൻ കണ്ടിരുന്നു. അതിൽ വെച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ആ ഒരു കൺട്രിയെക്കുറിച്ച്, അവിടുത്തെ ട്രഡീഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനും അതുപോലെ റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയും ടീച്ചിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. വളരെ ഡിഫിക്കൽട്ടായൊരു മിഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിങ്ങൾ ഈ ഒരു സ്വീകരണം എനിക്ക് നൽകിയത്. അതും അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. നോൺ വയലൻസിനെ കുറിച്ച് അവിടുത്തെ യൂത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു, നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ. ഓക്കെ, അദ്ദേഹം പറഞ്ഞു നോൺ വയലൻസ് അതൊരിക്കലും വീക്കായിട്ടുള്ള ആളുകളുടെ ഒരു ആയുധമല്ല, ഒരു വെപ്പണല്ല, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ആയുധമാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു മസിൽ ബലം മാത്രമല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർട്ട് അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിൽ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത് ഒരു ബ്രാവറി ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അതല്ല ശരിക്കും ഒരു ബ്രാവറി എന്ന് പറയുന്നത്. ശത്രുവിന് മുന്നിൽ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത്. അതിനാണ് ഇന്ത്യ ഇപ്പോൾ സ്വയം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ നോൺ വയലൻസിനെ കുറിച്ചും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ് ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രെയിനിലേക്ക് നിറയെ ബുക്സിലെ കാര്യങ്ങൾ, ഫാക്ട്സും ഫിഗേഴ്സും അത് നിറക്കുന്നതല്ല, ഒരുപാട് ബുക്സ് പഠിച്ച് ഒരുപാട് എക്സാം പാസ്സാകുന്നതുമല്ല, നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതാണ് റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് യു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് നോൺ വയലൻസ് യു വിൽ ഫൈൻഡ് ദാറ്റ് വിതൗട്ട് ക്യാരക്ടർ ഇറ്റ് വിൽ പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി. അഹിംസയുടെ സാധ്യതകൾ അറിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ക്യാരക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതെല്ലാം അത് വെറുതെയാണ്, അതെല്ലാം പ്രോഫിറ്റ്ലെസ് സ്റ്റഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു ഇൻ്റലക്ച്വൽ സിമ്പതി, ഇന്ത്യയിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു സിമ്പതി അത് മൊത്തം ലോകത്തിലും വേണം. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും, ബ്രിട്ടനിൽ നിന്നും പല കോണ്ടിനെൻറ്റിൽ നിന്നും ഒരുപാട് ലെറ്റേഴ്സ് അദ്ദേഹത്തിന് വന്നിരുന്നു. അദ്ദേഹത്തിന് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ മിഷന് അവരുടെ സിമ്പതി എക്സ്പ്രസ് ചെയ്തുകൊണ്ടൊക്കെ ധാരാളം ലെറ്റേഴ്സ് അദ്ദേഹത്തിന് വന്നിരുന്നു. അതുപോലെ ഓൾഡ് ഫ്രണ്ട്സ് അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നവരൊക്കെ അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു പരിചയം പുതുക്കാൻ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ലെറ്റേഴ്സ് എഴുതിയിരുന്നു. അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് പോലും ഗാന്ധിജിയെ കാണാനായിട്ട്, ഇദ്ദേഹത്തിനെ കേട്ടറിഞ്ഞപ്പോൾ ഗാന്ധിജിയെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിലൊരാളാണ് ചാർലി ചാപ്ലിൻ.
ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വിനയത്തോടു കൂടെ തന്നെ ഗാന്ധിജി ചോദിച്ചിരുന്നു ആരാണ് ചാർലി ചാപ്ലിൻ എന്ന്. പക്ഷേ പിന്നീട് ചാർലി ചാപ്ലിൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് വന്ന ആളാണ്, ജനങ്ങളെ ചിരിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലായപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിനെ കാണാൻ തയ്യാറായി. ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് കേട്ട ചാപ്ലിൻ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം യന്ത്രങ്ങളെ മെഷീൻസിനെ എതിർക്കുന്നത് എന്നാണ്. അതിന് മറുപടിയായി ഗാന്ധിജി ചാർലി ചാപ്ലിൻ്റെ അടുത്ത് 6 മാസത്തോളം ആളുകൾ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ട ആ ഒരു ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യങ്ങളിൽ ഏതൊരു രാജ്യവും സ്വയം പര്യാപ്തമാകണം, ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആകണം എന്നും അദ്ദേഹം അതോടൊപ്പം കൂട്ടിച്ചേർത്തു. ദെൻ മോർലേ കോളേജ് ഹാളിൽ നടന്ന ഒരു പ്രസംഗത്തിൽ വെച്ച് അദ്ദേഹം സ്ത്രീകൾ ആ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ അദ്ദേഹം കറക്റ്റ് ചെയ്ത് കൊടുത്തു. ആളുകൾക്ക് ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ അതിനെ അദ്ദേഹം കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് സ്ത്രീകൾ എത്രത്തോളം അതിൻ്റെ ഭാഗമായിരുന്നു എന്നും അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഒരു സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻസ് എല്ലാം ഇല്ലീഗലാണെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് സ്ത്രീകളും മുന്നിലേക്ക് വരികയും അതിൻ്റെ പേരിൽ അവർ ജയിലിലകപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. നിയമത്തെ എതിർക്കേണ്ട സമയത്ത് അവർ എതിർത്തിട്ടുണ്ട്. ലാത്തിയടികൾ ധാരാളം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു ചെറുവിരൽ പോലും അവർ ഉയർത്തിയിരുന്നില്ല. അതായത് അവർ സ്വീകരിച്ച മാർഗം അത് നോൺ വയലൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സരോജിനി നായിഡുവിനെ പോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നില്ല ഇത്തരത്തിൽ ലാത്തിയടികൾ ഏറ്റുവാങ്ങിയിരുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളും പ്രശ്നങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരുന്നു. എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഒരുപാട് മീറ്റിങ്ങുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സ്വാതന്ത്ര്യം ബെഗ് ചെയ്യാനല്ല വന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ ജീവിത അനുഭവങ്ങൾ കാരണമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് സമ്മാനം കൊടുക്കേണ്ടതല്ല. ബ്രിട്ടീഷുകാർ സ്വയം ഞങ്ങളിനി ഇന്ത്യ ഭരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് വരെ ഞങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഗാന്ധിജി ഒരിക്കൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഡ്രീമിനെ കുറിച്ച് പറയുകയുണ്ടായി. എൻ്റെ രാജ്യത്തിന് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ വ്യക്തിയെയോ മറ്റു വിഭാഗങ്ങളെയോ ചൂഷണം ചെയ്യില്ല. അങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടാകില്ല ഞങ്ങൾ ഫ്രീഡം നേടിയെടുക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്, ഇൻഡിപെൻഡൻസ് അത് നേടിയെടുക്കുന്നത് നോൺ വയലൻസിലൂടെയും നോൺ കോപ്പറേഷനിലൂടെയും ആയിരിക്കും.